വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ 5ാമത്തെ ചാപ്റ്റർ ആവും. ഞങ്ങളെ ഹ്യൂമൻ ബോഡി എ വണ്ടർ, ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ. ഇതിൻ്റെ ഒരു പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 2ാമത്തെ പാർട്ടാണ്. 1ാമത്തെ പാർട്ട് ഞാൻ ഓടിച്ചിട്ട് പറയാം നിങ്ങളെ കേട്ടോ. എന്താ മനുഷ്യ ശരീരം ഒരു വിസ്മയം. വണ്ടർ എന്ന് വെച്ചാൽ എന്താണ്? വിസ്മയമാണ്. ഞാൻ പറഞ്ഞു ഡൈജക്ഷനും റെസ്പിറേഷനും സ്പെല്ലിങ് നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ഡൈജഷൻ്റെയും റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ദഹനവും ശ്വസനവും സ്പെല്ലിങ് നല്ലതുപോലെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഈ പാഠത്തിനകത്തിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഇവിടെ പലതരം മൃഗങ്ങളെ കാണുന്നുണ്ട്. ഇവയെല്ലാം വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് അല്ലേ. അതിനെക്കുറിച്ച് മാത്രമാണ് ഫസ്റ്റ് പേജിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ കുറേ ജീവികളുടെ പേരെഴുതിയിട്ട് അവ എന്തൊക്കെ ആഹാരങ്ങളാണ്, അത് സസ്യഭുക്കുകൾ, അത് സസ്യാഹാരം മാത്രം കഴിക്കുന്നതാണോ അതോ ജന്തുക്കളെ കഴിക്കുന്നതാണോ അതോ ഇനിയും ഇത് രണ്ടും കൂടി കഴിക്കുന്നതാണോ എന്നൊക്കെ കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ഈ പേജിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് 2ാമത്തെ ഇത് നമ്മൾ എഴുതിയായിരുന്നു. ഇതിൻ്റെ നോട്ട് ഞാൻ ഇടുന്നുണ്ട്. ഇപ്പം നോക്കിക്കേ, ഓരോ ജീവികളും കഴിക്കുന്നത് എന്താണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഹെർബിവോർസ്, കാർണിവോർസ്, ഒംനിവോർസ് എന്താണ്, അതായത് സസ്യാഹാരി, മാംസാഹാരി, മിശ്രാഹാരി, ഈ 3 ഉണ്ട്. അവ എന്തൊക്കെയാണെന്നാണ് അത് അതും പഠിച്ചതാണ്. എന്നാലും ഞാൻ ഒന്നും കൂടി ഒന്ന് പറയാം കേട്ടോ. നോക്കിക്കേ, നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞത് പുല്ലുകൾ തിന്നുന്ന മുയലുകൾ, നെൽക്കതിർ കൊത്തിപ്പറക്കുന്ന തത്തകൾ, എലിയെ വിഴുങ്ങുന്ന പാമ്പുണ്ട്, തേനീച്ചക്കൂട്ടിൽ നിന്ന് തേൻ കുടിക്കുന്ന കരടിയുണ്ട്. ഇനി ഹെർബിവോർസ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ആനിമൽസ് വിച്ച് ഈറ്റ് ഒൺലി പ്ലാന്റ്സ് ആർ നോൺ ആസ് ഹെർബിവോർസ് അല്ലേ. സസ്യങ്ങളെ മാത്രം ഭക്ഷിക്കുന്ന മൃഗങ്ങളെയാണ് സസ്യഭുക്കുകൾ എന്ന് പറയുന്നത്. ആന, ആട്, പശു, സീബ്ര, ഇതൊക്കെ ഇതിൻ്റെ അതായത് നമ്മൾ വെജിറ്റേറിയൻ എന്ന് പറയത്തില്ലേ, സസ്യങ്ങളെ മാത്രം ഭക്ഷിക്കുന്ന മൃഗങ്ങളാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ കാർണിവോർസ് എന്ന് വെച്ചാൽ എന്താണ്? കാർണിവോർസ് എന്ന് വെച്ചാൽ മാംസാഹാരി. അത് കേൾക്കുമ്പോഴേ അറിയാമല്ല, മാംസം മാത്രം കഴിക്കുന്നതാണ് മാംസാഹാരി അല്ലേ. ദ ആനിമൽസ് ദാറ്റ് ഈറ്റ് അതർ ആനിമൽ, അതായത് മീറ്റ് ആർ കാൾഡ് കാർണിവോർസ്. മറ്റു മൃഗങ്ങളെ ഭക്ഷിക്കുന്ന, അതായത് മീറ്റ് അല്ലെ മാംസം ഭക്ഷിക്കുന്ന മൃഗങ്ങളെയാണ് മാംസഭുക്കുകൾ എന്ന് പറയുന്നത്. സിംഹം, കടുവ എന്നിവയൊക്കെ അതിന് ഉദാഹരണമാണ് കേട്ടോ. ഇതൊക്കെയാണ് ഫസ്റ്റ് പാർട്ടി പറഞ്ഞത്. ഇനി ഒമിനിവോർസ് എന്ന് വെച്ചാൽ മിശ്രാഹാരി. ഇത് രണ്ടും കഴിക്കുന്നത്. ആനിമൽസ് ദാറ്റ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. സസ്യങ്ങളെയും ജന്തുക്കളെയും ഭക്ഷിക്കുന്ന ജീവികളെയാണ് മിശ്രഭുക്കുകൾ അല്ലെങ്കിൽ ഒമിനിവോർസ് എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ച് എനിക്ക് എടുത്തെടുത്ത് പറയുന്നത് സ്പെല്ലിങ് അറിയണം. നമുക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിലെ ഹെർബിവോർസ്, കാർണിവോർസ്, ഒമിനിവോർസ്, ഇതിൻ്റെ എല്ലാ സ്പെല്ലിങ് അറിയാൻ വേണ്ടിയാണ് ഇതിൻ്റെ ഓരോ വാക്കായിട്ട് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ സ്പീഡിൽ വായിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ 3ലും 4ലും പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളോടും ഞാൻ പറയുന്നത്. കാരണം സ്പെല്ലിങ് നമ്മൾ എത്ര പഠിക്കുന്നു എന്നുള്ളതല്ല, സ്പെല്ലിങ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ഈ 3 സ്പെല്ലിങ് പഠിച്ചല്ലോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പേജിൽ ഇത്രയാണ് പഠിക്കുന്നത്. ഓരോ ജീവികളും എന്തെല്ലാം കഴിക്കുന്നു എന്നുള്ള കുഞ്ഞുങ്ങളെ കേട്ടോ. ഇനി നമ്മൾ മെയിൻ കാര്യത്തിലോട്ട് കേൾക്കാം. നമുക്ക് ന്യൂട്രീഷനെ കുറിച്ചാണ് അടുത്ത പഠിക്കുന്നത്. ന്യൂട്രീഷൻ്റെ മലയാളം എന്താ കുഞ്ഞുങ്ങളെ? പോഷണം. എന്താണ് പോഷണം? അതിൻ്റെ മലയാളം കണ്ടോ. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം എന്ന് പറയുന്നത്. മലയാളം മീഡിയക്കാർ കേട്ടോ. അതിനു മുമ്പേ നിങ്ങൾ ഹെർബിവോർസ്, കാർണിവോർസ്, ഒമിനിവോർസ് ഒക്കെ എന്തോന്ന് പഠിക്കണേ നിങ്ങൾ കേട്ടോ. എന്നിട്ട് വേണം ന്യൂട്രീഷൻ പഠിക്കാൻ. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും അത് സ്വീകരിച്ച് മാത്രം വെച്ചാൽ മതിയോ? അല്ല, അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എന്താ നിങ്ങളെ നോക്കിക്കുക. ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം റിസീവ് ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ എന്താണ്? ന്യൂട്രീഷൻ ഈസ് ദി പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം റിസീവ് ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് പോഷണം എന്ന് പറയുന്നത്. ഇനി നാം കഴിക്കുന്ന ആഹാരത്തിന് എന്ത് സംഭവിക്കുന്നുവെന്നും ശരീരം അതെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുവെന്നുമാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങളെ നമ്മൾ ഇനി നമ്മൾ ഈ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ. അപ്പോൾ എന്താണ് ന്യൂട്രീഷൻ എന്നൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ന്യൂട്രീഷനിൽ നാം സ്വീകരിക്കുന്ന ആഹാരങ്ങൾ ജീവികൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ നാം കഴിക്കുന്ന ആഹാരത്തിന് എന്ത് സംഭവിക്കുന്നു, നമ്മൾ ആഹാരം കഴിക്കുന്നില്ലയോ, അതിനൊക്കെ എന്താണ് സംഭവിക്കുന്നത്, ഈ ശരീരം ഇത് എങ്ങനെയാണ് ഇവർ പ്രയോജനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞില്ലേ, ഇത് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. നോക്കിക്കേ, പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ പ്രധാനമായിട്ടും 5 വിധമാണ്. നമ്മൾ മെയിൻ പോയിന്റിലോട്ട് കയറുക കുഞ്ഞുങ്ങളെ. ആഹാര സ്വീകരണം അതിനെക്കുറിച്ചാണ് ഹെഡിങ് ഉണ്ട്. അതായത് ഇഞ്ചക്ഷൻ. അതിനു മുമ്പേ ഈ പോഷണത്തിന് 5 ഘട്ടങ്ങളാണ് ഉള്ളത്. കുഞ്ഞുങ്ങളെ, പോഷണത്തിന് 5 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ദ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ ന്യൂട്രീഷൻ. ഏതൊക്കെ പ്രോസസ്സാണ്? 1 ഇഞ്ചക്ഷൻ, അതായത് ആഹാരം സ്വീകരണം. ആഹാര സ്വീകരണം എന്ന് വെച്ചാൽ നമ്മൾ വായിലോട്ടിട്ട് വിഴുങ്ങത്തില്ലേ, അത്. 2 ഡൈജഷൻ, 3 അബ്സോർപ്ഷൻ, 4 അസിമിലേഷൻ, 5 ഇജക്ഷൻ. ഇത് ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. അല്ലാതെ എങ്ങനെയെങ്കിലും പഠിച്ചാൽ പോരാ, ഇത്
ഓർഡറിൽ തന്നെ പഠിക്കണം. ഫസ്റ്റ് ഇഞ്ചക്ഷൻ, നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് എനിക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റുമോ, ഇഞ്ചക്ഷൻ വെക്കാൻ എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഇഞ്ചക്ഷൻ ഫസ്റ്റ്, എൻ്റെ മലയാളം എന്താണ്, ആഹാര സ്വീകരണം. 2 ഡൈജഷൻ, ഡൈജഷൻ എന്ന് വെച്ചാൽ ദഹനം. 3 അബ്സോർപ്ഷൻ, അതായത് ആഗീരണം ചെയ്യുക. 3 അസിമിലേഷൻ, സ്വാംശീകരണം ചെയ്യുക. 5 ഇജക്ഷൻ, അതായത് വിസർജനം ചെയ്യുക. ഈ 5 എണ്ണമാണ് നമ്മുടെ പോഷണത്തിൻ്റെ പ്രധാന ഘട്ടങ്ങൾ. അതോ ഫസ്റ്റ് മനസ്സിലായോ നിങ്ങളെ? ഇന്നലെ ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചാൽ, എന്നാലും കേൾക്കാത്തവർക്കും കാണാത്തവർക്കും വേണ്ടി ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ഏതാണെന്ന് പറഞ്ഞാൽ ഇജക്ഷൻ. നമുക്ക് ഇജക്ഷനെ കുറിച്ച് ആണ് ആദ്യം പറയുന്നത്. അത് ആഹാരം സ്വീകരണം എന്നാണ് അതിൻ്റെ മലയാളം. അതായത് നമ്മൾ കേൾക്കുമ്പോഴേ അറിയാം, ആഹാരം സ്വീകരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എങ്ങോട്ടാവും നിങ്ങളെ വെക്കുന്നത്, വായിലോട്ടല്ലേ. അപ്പോൾ ആ വായിൽ വെച്ച ആഹാരത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താ, ആഹാരം വായിൽ വെക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാ? അത് പെട്ടെന്ന് നമ്മുടെ വായിൽ ഉമിനീരുമായിട്ട് അങ്ങ് കലരുന്നു, അല്ലേ. ടു മിക്സ് വിത്ത് സലൈവ. സലൈവ എന്ന് വെച്ചാൽ ഉമിനീരാണ്. നമ്മൾ തുപ്പൽ എന്നൊക്കെ ചിലർ പറയത്തില്ലേ, തുപ്പൽ, അതായത് ഉമിനീരുമായിട്ട് കലരുന്നു. ഭക്ഷണം ചവച്ചരയ്ക്കാൻ എന്ത് ചെയ്യുന്നു, പല്ല് ഉപയോഗിക്കുന്നു. ടു ഗെറ്റ് ച്യൂഡ് ബൈ ടീത്ത്. ഇനി നമ്മുടെ ചുണ്ടും നാക്കും പല്ലും ഒക്കെ എന്തൊക്കെ നിർവഹിക്കുന്നു, അതൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ആൻസറിൽ തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താവും നിങ്ങളെ, ഇത് ന്യൂട്രീഷന് പ്രധാനപ്പെട്ട 5 ഘട്ടങ്ങളാണുള്ളതെന്ന് പറഞ്ഞു. അതിലൊന്നാമത്തെയാണ് ഇഞ്ചക്ഷൻ. ഇഞ്ചക്ഷനകത്തിൽ എന്ന് വെച്ചാൽ ആഹാരം സ്വീകരിക്കുക എന്നുള്ളതിൻ്റെ ആദ്യത്തെ ജോലി. ഇപ്പം നമ്മുടെ പല്ല്, നാക്ക്, അല്ലേ, ഇതൊക്കെയാണ് സ്വീകരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ, അല്ലേ. അപ്പോൾ പല്ലിൻ്റെ ഓരോ കാര്യങ്ങളും ഇന്നലെ നമ്മൾ പഠിച്ചു. പല്ലിനകത്തിൻ്റെ ഉപരിതല പാളിയാണ് ഇനാമൽ എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥവും ഇനാമലാണ്. പ്രധാനപ്പെട്ട മാത്രം അങ്ങ് പറയുകയാണ് കേട്ടോ. കാരണം ഫസ്റ്റ് നമ്മൾ ഇന്നലെ അത്രയും നമ്മൾ എടുത്തതാണ്. ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥവും നമ്മുടെ പല്ലിൻ്റെ ഇനാമലാണ്, ഓർത്തോണേ. ഇനി പല്ലുകൾ പ്രധാനമായിട്ടും 2 വിധമുണ്ട്. ഏതൊക്കെയാണ് നിങ്ങൾ ഇന്നലെ നമ്മൾ പറഞ്ഞതല്ലേ, പാൽപ്പല്ലുകളുമുണ്ട്, അല്ലേ. പാൽപ്പല്ലെന്ന് വെച്ചാൽ എന്താ, ഏകദേശം 6 മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്, അല്ലേ. ഈ പല്ലുകൾക്കാണ് പാൽപ്പല്ലുകൾ എന്ന് പറയുന്നത്. ഇത് മുകളിലും താഴെയുമായിട്ട് 10 വീതം, ആകെ 20 പല്ലുകളാണ് ഉള്ളത്, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് ശേഷം അത് വന്നതിന് ശേഷം, പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോയതിന് ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളാണ് ഏത്, സ്ഥിരദന്തങ്ങൾ അല്ലെങ്കിൽ പെർമനന്റ് ടീത്ത്. ഇവ പൊട്ടിപ്പോയാലോ അല്ലെ ഇളകിപ്പോയാലോ ഇതെന്താ, പിന്നീട് ആ സ്ഥാനത്ത് വേറെ കിളിച്ച് വരത്തില്ല എന്നും കൂടി ഓർത്തോണം കേട്ടോ. അപ്പോൾ അതും പഠിച്ചു. ഇനി നമ്മൾ പല്ലിനെ കുറിച്ചാണ് ഇതെല്ലാം പഠിച്ചതാണ്. പ്രധാനപ്പെട്ട 4 തരത്തിലുള്ള പല്ലുകളാണ് നമുക്കല്ലേ. ഉളിപ്പല്ല്, അതായത് ഇൻസിസർ. കോമ്പല്ല്, അതായത് കെനൈന്. പിന്നെ അഗ്രചർവണകം, അതായത് പ്രീമോളാറ്. ചർവണകം എന്ന് വെച്ചാൽ മോളാറ്. ഇതിൻ്റെ ഈ 2 എണ്ണത്തിൻ്റെ ജോലി, അതായത് ഈ ഉളിപ്പല്ലിൻ്റെയും കോമ്പല്ലിൻ്റെയും ജോലി, അതായത് ഇൻസിസറിൻ്റെയും കെനൈൻ്റെയും ജോലി എന്ന് വെച്ചാൽ ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ വേണ്ടി ഉപയോഗിക്കുക എന്നാണ് പറയുന്നത്. ആഹാരങ്ങൾ ഇത് 2 എണ്ണോ കടിച്ചു കീറാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പം മറ്റേ ഇത് 2 എണ്ണോ, അതായത് മോളാറും പ്രീമോളാറും, അഗ്രചർവണവും ചർവണത്തിൻ്റെ ജോലി എന്താണ്, ആഹാരങ്ങൾ ചവച്ചരയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉപയോഗം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ഏതാ, മോളാറിൻ്റെയും പ്രീമോളാറിൻ്റെയും ഉപയോഗം എന്തെല്ലാം, അല്ലെങ്കിൽ ഇൻസിസറിൻ്റെയും കെനൈൻ്റെയും ഉപയോഗം എന്തെല്ലാം കേട്ടോ. അത് മലയാളം മീഡിയത്തിലെയും ഇംഗ്ലീഷ് മീഡിയത്തിലെയും കണ്ടോ നിങ്ങളെ വാക്കുകൾ അറിയണേ കേട്ടോ. കോമ്പല്ലിൻ്റെ ഇംഗ്ലീഷ് എന്താവും നിങ്ങളെ, കോമ്പല്ല് കെനൈൻ എന്നാണ് കേട്ടോ. ഇത് നമ്മൾ മലയാളം മീഡിയം പഠിക്കുവാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ വാക്ക് അറിയണം കേട്ടോ, ഇംഗ്ലീഷ് എങ്ങനെയാണ് വായിക്കുന്നത്. ഇനി ഈ അഗ്രചർവണവും ചർവണകം എന്നീ പല്ലുകളെ നമ്മൾ അണപ്പല്ലുകൾ എന്നാണ് വിളിക്കുന്നത്, അല്ലേ. പ്രായപൂർത്തിയായ ഒരാൾക്ക് എത്ര, 32 പല്ലുകൾ കാണുമെന്ന് ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ. പിന്നെ മാംസാഹാരികൾ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു, അല്ലേ. കാരണം എന്താണ്, ഇത് മാംസം എപ്പോഴും അവരിപ്പോൾ ഒരു ജീവിയെ കൊന്നാണ് തിന്നുന്നത്. അപ്പോൾ അതിനെ കൊല്ലാനും അതിനെ കടിച്ചു കീറി തിന്നാനും ഒക്കെ അതിന് ഏത് പല്ലുകളാണ് അവർ ഉപയോഗിക്കുന്നത്, കണ്ടോ, കോമ്പല്ലുകളാണ്. മാംസാഹാരിയുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു. ഇവ മാംസം കടിച്ചു കീറാൻ സഹായിക്കുന്നു. എന്നാൽ നോക്കിക്കേ, പശു, ആട് എന്നിവയൊക്കെ നോക്കിയേ നമ്മുടെ കൂട്ട് തന്നെ അല്ല. സസ്യാഹാരികളിൽ ഉളിപ്പല്ലുകൾ ആഹാരം. ഈ ഉളിപ്പല്ലെന്ന് പറയത്തില്ലേ നമ്മൾ, ഉളിപ്പല്ല് എന്താണ്, അതായത് ഇൻസിസർ, അത് വെച്ചാണ് അതെന്താ, അണപ്പല്ലുകൾ ആഹാരം ചവച്ചരയ്ക്കാൻ, ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു കീറി മുറിക്കാനും, ബാക്കിയുള്ള നമ്മുടെ കൂട്ടുള്ള പല്ലുകൾ എന്താ, ചവച്ചരയ്ക്കാനും ഉപയോഗിക്കുന്നു. ഇനി പല്ലിന് കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടോ. അതൊന്ന് വായിച്ച് നോക്കി പഠിക്കണേ കേട്ടോ. പല്ലിനെ കേട് വന്നാൽ നമ്മൾ പറഞ്ഞത്. പിന്നെ ഒരു ഡോക്ടറും കുട്ടിയും തങ്ങളൊരു കോൺവെർസേഷനെ കുറിച്ചും ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഈ നാക്കിനെ കുറിച്ച് പറഞ്ഞു. എന്താ നാക്കെന്ന് വെച്ചാൽ എന്താ പറഞ്ഞില്ലേ, രുചി അറിയാൻ നാക്കിലെ സ്വാദുമുകുളങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട്, അല്ലേ. നാക്കിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം, 3 മാർക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തരാം. നാക്കിൻ്റെ മറ്റ് ധർമ്മങ്ങൾ, നമ്മളെ നാക്ക് വിഴുങ്ങാൻ സഹായിക്കുന്നു. വായിലോട്ട് നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വിഴുങ്ങാൻ സഹായിക്കുന്നത് നാക്കാണ്, അല്ലേ. അതുപോലെ പല്ലുകൾക്ക് ചവച്ചരയ്ക്കാൻ പാകത്തിന് ആഹാരത്തെ വായ്ക്കുള്ളിൽ ചലിപ്പിക്കുന്നതും നമ്മുടെ നാക്കുകളാണ് കേട്ടോ. ഇനി അതിൻ്റെ 2-3 എണ്ണം കൂടെ എഴുതാം.
ഞാൻ എഴുതിയിട്ടുണ്ട് തരാം കേട്ടോ. പിന്നെ ഈ പടം നിങ്ങൾ നോക്കണേ കുഞ്ഞുങ്ങളെ. ഈ പടം എന്ന് വെച്ചാൽ ലാസ്റ്റിൽ നമുക്ക് എല്ലാം കൂടെ വെച്ചൊരു പടം തരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരാണ്ട് ഉമിനീർ ഗ്രന്ഥി എന്ന് പറയുന്ന ഒരു സാധനം കണ്ടാണ്ട് ഇവിടെ ഇരിക്കുന്നത് ഒരു ഇഞ്ചി മുറിച്ച് വെച്ചേക്കുന്ന ഒരു ഇച്ചിരി പീസ് ഇരിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതാണ് ഉമിനീർ ഗ്രന്ഥി. അതൊക്കെ ഇന്നലെ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ സ്പീഡിൽ പറയുന്നത്. ആഹാര അന്നപഥത്തിലൂടെ ഇപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞു എന്താ, ഒന്നാമത് അതായത് ന്യൂട്രീഷനെ 5 തിരിച്ചിട്ടുണ്ട്. അതായത് പോഷണത്തിന് 5 ഘടകങ്ങളിൽ ഒന്നാമത്തെ ഇഞ്ചക്ഷൻ ആയിരുന്നു. രണ്ടാമത്തത് ഡൈജക്ഷനാണ് അല്ലേ, ദഹനം. അതിനെക്കുറിച്ചാണ്. ഇപ്പം നമ്മൾ വായിൽ നോക്കിക്കുക, എന്തെങ്കിലും ഒരെണ്ണം ഇട്ട് വിടുന്ന അത് ഫുഡ് പൈപ്പ്, അതായത് അന്നനാളം വഴി ദാണ്ട് ഇങ്ങനെ പോകുന്നു. വായിൽ വെച്ച് ചവച്ചരക്കപ്പെടുന്ന ആഹാരം പിന്നീട് ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്താണ് എത്തിച്ചേരുന്നതെന്ന് ചിത്രം നോക്കി പറയാനാണ് പറഞ്ഞത്. നോക്കിക്കുക, വായ്ക്കുള്ളിൽ വെച്ച് ചവച്ചരക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ അതെവിടെ ചെന്നു, ആമാശയത്തിലൂടെ എത്തുന്നു. വായയെ ആമാശയമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കുഴലിനെയാണ് ഈ അന്നനാളം. വായയും ആമാശയവുമായിട്ട് എന്താ കണ്ടോ നിങ്ങളെ, കണ്ടോ, വായയും നമ്മുടെ ഈ ആമാശയവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കുഴലിനെ എന്ത് പേര് പറയുന്നു, അന്നനാളം. മറക്കല്ലേ. ഇനി അന്നനാളഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ്. ഇനി നമ്മളിങ്ങനെ വായിലോട്ട് ഇട്ട് കൊടുക്കുന്ന സാധനം അവിടെ തന്നെ അങ്ങ് കിടക്കുവാണോ കുഞ്ഞുങ്ങളെ? അല്ല, അതിങ്ങനെ ചെറുതായിട്ട് ചലിക്കുന്നുണ്ട്, ഇങ്ങനെ കിരികിരാന്ന് ചലിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ കേട്ടോ. അങ്ങനെ ഈ ചലിക്കുന്നതിൻ്റെ പേരെന്താണെന്നറിയോ, പെരിസ്റ്റാൾസിസ് എന്നാണ് കേട്ടോ. എന്താ കുഞ്ഞുങ്ങളെ, പെരിസ്റ്റാൾസിസ് എന്നല്ല പറഞ്ഞതാണ് കേട്ടോ, പെരിസ്റ്റാൾസിസ്. ഓക്കെ ആണോ? ഇനി നമ്മളുടെ രണ്ടാമത്തെ ചോദ്യം, ഒന്ന് ഇഞ്ചക്ഷൻ ആയിരുന്നു. ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ ആഹാര സ്വീകരണമായിരുന്നു. ആഹാരം സ്വീകരിക്കണമെങ്കിൽ വായിക്കകത്തിലെ പല്ലും നാക്കിനെ കുറിച്ചുമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അതെന്താ, വായിൽ വെച്ച് അത് ചവച്ചരച്ചതിന് ശേഷം അത് ഫുഡ് പൈപ്പ് അല്ലെ, അന്നനാളം വഴി എവിടെ വരുന്നു, അന്നനാളം വഴി നമ്മുടെ ആമാശയത്തിൽ എത്തുന്നു എന്ന് വരെയാണ് നമ്മൾ പഠിച്ചത്. ഇത് ആമാശയത്തിൽ വെച്ച് പോഷണത്തിൻ്റെ രണ്ടാം ഘട്ടമായ ദഹനം നടത്തുന്നു, ദഹനത്തെ പാചകം. ഇനി ഇത് 4 മുതൽ 5 മണിക്കൂർ വരെ അവിടെ നിലനിൽക്കുകയും ആമാശയഭിത്തിയുടെ അത് അവിടെ ചെന്നിട്ടും പിന്നെന്താണ്, അവിടെ തന്നെ ഞാൻ കിടക്കുവാണോ? ഇല്ല, അവിടെയും ചെറിയൊരു ചലനമുണ്ട്. ഈ ചലനം മൂലം അത് ആ വയറ്റിൽ നമ്മൾ പറയത്തില്ലേ, അതായത് തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം അത് കുഴമ്പ് രൂപത്തിലൂടെ മാറുന്നു. ഇത് കുഴമ്പ് രൂപത്തിലൂടെ അങ്ങനെ കിടക്കുകയാണോ? അല്ല, ആമാശയഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ആമാശയ രസം ദഹനത്തെ സുഗമമാക്കുന്നു. ഇത് ഇവിടെ ഒരു ആസിഡ് ഫോം ചെയ്യുന്നുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയഭിത്തി ഉൽപ്പാദിപ്പിക്കുന്നു. ഇതൊക്കെ ഓർത്തോണേ നിങ്ങൾ, ഏത് ആസിഡാന്നൊക്കെ ഓർത്തോണേ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇനി ഇത് ഇന്നലെ ഇത്രയും പറഞ്ഞതാണ്, എന്നാലും ആമാശയത്തിൽ വെച്ച് ഭാഗികമായിട്ട് ദഹിച്ച ആഹാരത്തിൻ്റെ തുടർന്നുള്ള യാത്ര എങ്ങോട്ടാണ്, ചെറുകുടലിലോട്ടാണ്. അവിടെ വരെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ചെറുകുടലിൽ വരെ എത്തി. നോക്കിക്കേ, ഇനി നമുക്ക് ചെറുകുടലിൽ, അപ്പോൾ ആഹാരം വായിലിട്ട് കൊടുക്കുന്നതിനെയാണ് ആഹാര സ്വീകരണം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ദഹനം അല്ലെങ്കിൽ ഡൈജക്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു. ഡൈജഷൻ കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഇനി അത് എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ ചെറുകുടലിലോട്ട്. ഇനി അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മനുഷ്യൻ്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ടെന്നാണ് പറയുന്നത്. എന്താ നിങ്ങളെ, നമ്മുടെ ചെറുകുടലുണ്ടല്ലോ, ചെറുകുടൽ കണ്ടിട്ടുണ്ടോ? യൂട്യൂബിലൊക്കെ 24 മണിക്കൂർ നിങ്ങൾ ഓരോന്നൊക്കെ കാണത്തില്ലേ? അപ്പോൾ ഇതൊക്കെയും കൂടെ നോക്കണം കേട്ടോ, ചെറുകുടൽ കേട്ടോ, സ്മാൾ ഇൻറ്റെസ്റ്റൈൻ. മനുഷ്യൻ്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. പിന്നെ പോഷണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നതും പോഷണ ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നതും ഇവിടെ വെച്ചാണ്. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം. ഇനി അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ നിങ്ങളെ. എന്താ ഈ കരളിൻ്റെ ഈ ഒരു വരി ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്, പിത്തരസം. പിത്തരസം. ഇനി ആഗ്നേയഗ്രന്ഥി അതായത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയരസം, പാൻക്രിയാസ് ജ്യൂസ് കേട്ടോ, പാൻക്രിയാറ്റിക് ജ്യൂസ്. ഭാഗികമായി ദഹിച്ച ആഹാരമായി കലർന്ന് അവിടെ എന്ത് ചെയ്യുന്നു, ദഹനം പൂർത്തിയാക്കുന്നു എന്നാ പറയുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ചെറുകുടലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മനുഷ്യൻ്റെ കുടലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ, മനുഷ്യൻ്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. പോഷണത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടമായ ദഹനം കഴിഞ്ഞിട്ട് പൂർത്തിയാകുന്നതും പോഷണ ഘടകങ്ങളുടെ ആഗിരണം നടക്കുന്നതും ഇവിടെ വെച്ചാണ്. ഈ ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസവും ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആഗ്നേയരസവും, രണ്ടും രസവും, പിത്തരസവും ആഗ്നേയരസവും ഭാഗികമായിട്ട് ദഹിച്ച് നമ്മുടെ ആഹാരവുമായി കലർന്ന് ദഹനം അവിടെ പൂർണ്ണമാകുന്നു. ചെറുകുടൽ കണ്ടോ. ഇനി നോക്കിയേ, ഇതാണ് കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസമാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ അവിടെ എഴുതി വെച്ചേക്കണം, കരൾ എന്താ ഉൽപ്പാദിപ്പിക്കുന്നത്, പിത്തരസം.
പിത്തരസം. ഇനി ഇതെന്താണ്? ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതോ? ഇതെല്ലാം നമ്മുടെ വയറ്റിനകത്തുള്ളതാണ് കേട്ടോ. ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് ആഗ്നേയരസം കേട്ടോ. അതിവിടെ എഴുതണേ കേട്ടോ. ഇവിടെ എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ എങ്ങനെയാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്? അപ്പം നമ്മൾ ഇഞ്ചക്ഷൻ കഴിഞ്ഞു, ഡൈജഷൻ കഴിഞ്ഞു, പിന്നെ കുടലിൽ വന്നല്ലേ. കുടലിൽ വന്നതിന് ശേഷം നോക്കിയേ, ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലെ സൂക്ഷ്മമായ ഭാഗങ്ങളാണ് വില്ലസുകൾ. വില്ലി എന്നടിച്ചു, VLLI വില്ലിന്ന് നമ്മുടെ യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കണേ, അതിൻ്റെ പടം കാണാം. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഇതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ, ഇത് എൻ്റെ ഫുൾ ഒരു പടമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ ഒന്ന് നോക്കണേ കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ വില്ലസുകൾ എന്താ പറയുക, നമ്മുടെ വിരലുകൾ ഉണ്ടല്ലോ, വിരലുകൾ പോലെയാണ് ഇത് ഇരിക്കുന്നത്. അങ്ങനെ ഒരുപാടെണ്ണം ഉണ്ട്. ഇവയിലൂടെ നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ അടുത്ത മൂന്നാമത്തെ എന്താ കുഞ്ഞുങ്ങളെ? അബ്സോർപ്ഷനാണ്. ആഗിരണം ചെയ്യപ്പെടുന്നു. ഇതാണ് പോഷണത്തിൻ്റെ മൂന്നാം ഘട്ടം. ഒന്ന് ഇഞ്ചക്ഷൻ, ഡൈജക്ഷൻ, അബ്സോർപ്ഷൻ. എന്താ? ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലെയുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് വില്ലസുകൾ. ഇവയിലൂടെ നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം, നമ്മുടെ അബ്സോർപ്ഷൻ, ആഗിരണം ചെയ്യപ്പെടുന്നു. ഇതാണ് പോഷണത്തിൻ്റെ മൂന്നാം ഘട്ടം. രക്തത്തിൽ എത്തിച്ചേരുന്ന ഈ പോഷക ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഇതാണ് സ്വാംശീകരണം, അല്ലെങ്കിൽ നാലാമത്തെ അസിമിലേഷൻ. എന്താ നിങ്ങളെ തിരിഞ്ഞു പോവല്ലേ? അബ്സോർപ്ഷനും അസിമിലേഷനും തിരിഞ്ഞു പോകരുത്. അതായത് എന്താ, നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഇതാണ് ആഗിരണം. രക്തത്തിലോട്ട് ഇത് കയറുന്നതാണ്, ആഗിരണം ചെയ്യുന്നു. അത് മൂന്നാം ഘട്ടം. രക്തത്തിൽ എത്തിച്ചേരുന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് അത് മാറുന്നു. ഇത് എന്താ, അത് നമ്മുടെ ശരീരവുമായിട്ട് അങ്ങ് യോജിക്കുന്നു അല്ലേ, ശരീരമായിട്ട് ഭാഗമായിട്ടിരുന്നു. ഇതിനെ സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ. ഇതാണ് നാലാം ഘട്ടം. അങ്ങനെ നമ്മൾ 4 ഘട്ടമായി. ഇനി ഒരെണ്ണോടുണ്ടല്ലേ, 5ആം ഘട്ടം. ദഹിച്ച ആഹാരത്തിൽ ശരീരത്തിന് വേണ്ടാത്ത പദാർത്ഥങ്ങൾ ഉണ്ടാവില്ല. ഇനി ഇത്രയും ചെയ്തതിന് ശേഷം വേണ്ടുന്നതും വേണ്ടാത്തതും തങ്ങളിൽ നമ്മൾ വേർതിരിച്ചു അല്ലേ. ഇനി വേണ്ടാത്തതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ദഹിച്ച ആഹാരത്തിൽ ശരീരത്തിന് വേണ്ടാത്ത പദാർത്ഥങ്ങളും ഉണ്ടാകാറില്ലേ. ഇവ എങ്ങനെയാണ് പുറന്തള്ളപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. പിക്ചർ കൊടുത്തേക്കുന്നുണ്ടോ? നമ്മുടെ കുടലിൻ്റെ വൻകുടൽ, നമ്മുടെ ചെറുകുടലിൽ നിന്നും വൻകുടലിലോട്ട് മാറി. നോക്കിയേ, ദഹിച്ച ആഹാരപദാർത്ഥങ്ങളിൽ നിന്നും പോഷക ഘടകങ്ങളുടെ ആഗിരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. ഇത് വൻകുടലിൽ വെച്ച് ദഹന അവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണവും ആവശ്യാനുസരണം ആഗിരണം ചെയ്യപ്പെടുന്നു. തുടർന്ന് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹന അവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഈ പുറന്തള്ളൽ പ്രക്രിയയാണ് മലവിസർജനം അല്ലെങ്കിൽ ഇജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതോടെ നമ്മുടെ എന്താ ഈ 5 ഘട്ടവും തീർന്നു. പോഷണത്തിൻ്റെ 5ആം ഘട്ടമാണ് ഇജക്ഷൻ. ഇജക്ഷൻ്റെ മലയാളം എന്താ നിങ്ങളെ? മലവിസർജനം. നമ്മുടെ ആദ്യമേ എന്താ നിങ്ങളെ? ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ ആഹാര സ്വീകരണം. അതിനകത്തിലാണ് പല്ലിനെ കുറിച്ചും നാക്കിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചത്. പിന്നെ പല്ല് കേടാവുന്നതിനെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞ് നാക്കിനകത്തിൽ തന്നെ എന്താണ്, നാക്കിനകത്തിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഇതൊക്കെ അതും പഠിച്ചതാണ്. അതിനകത്തിൽ ആ ടേസ്റ്റ് നമ്മുടെ രുചി അറിയാൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് രണ്ടാമത് വന്നത് ദഹനമാണ്. അതായത് വായിലിട്ടതിന് ശേഷം അതെന്താ അന്നനാളത്തിലൂടെ ഇവിടെ വരുന്നു, ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിലെത്തിയതിന് ശേഷം എന്താണ്, ചെറിയ ചലനത്തിലൂടെയാണ് പോകുന്നത്. അങ്ങനെ ചലിക്കുന്നതിനെ പെരിസ്റ്റാൾസിസ് എന്നാണ് പറയുന്നത്. അത് അങ്ങനെ ആമാശയത്തിൽ വന്നതിന് ശേഷം പിന്നെ അതെങ്ങോട്ട് പോകുന്നു, അതും ചലനം അപ്പോഴും ഉണ്ട്. അങ്ങനെ ചലിച്ച് അത് കുഴമ്പ് രൂപത്തിലായിട്ട് ഇവിടോട്ട് ആ ചെറുകുടലിലോട്ട് പോകുന്നു. ചെറുകുടലിൽ വെച്ചിട്ട് എന്താ നല്ലതും പന്നലിനെ എല്ലാം അവിടെ ചെന്നിട്ട് വേർതിരിച്ചിട്ട് നല്ലതിനെ എന്ത് ചെയ്യുന്നു, അവർ ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. അല്ലേ, അങ്ങനല്ലേ, ആഗിരണം ചെയ്യുന്നു, അബ്സോർപ്ഷൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിനെ വേണ്ടുന്നതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, അത് സ്വാംശീകരണം അതായത് അസിമിലേഷൻ ചെയ്യപ്പെടുന്നു. പിന്നെ വേണ്ടാത്തതിനെ എന്ത് ചെയ്യുന്നു, അവർ പുറന്തള്ളപ്പെടുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, മലവിസർജനം അല്ലെങ്കിൽ ഇജക്ഷൻ. 5ആമത്തത്. ഇനി അതിൻ്റെ ഓർഡറിൽ എഴുതാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താ, ആഹാരം സ്വീകരിക്കൽ അല്ലേ, പിന്നെന്താ 2ആമത്തത് ദഹനം, പിന്നെ 3ആമത്തത് അതായത്
മലയാളവും ഇംഗ്ലീഷും അറിയണ കുഞ്ഞുങ്ങളെ. ഇഞ്ചക്ഷൻ, ഡൈജഷൻ എന്ന് വെച്ചാൽ ദഹനമാണ് അല്ലേ. മൂന്നാമത്തെ എന്താ, അബ്സോർപ്ഷൻ ആണ് അല്ലേ. അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ എന്താ, ആഗിരണം ചെയ്യുക. പിന്നെ ഇവിടെ സ്വാംശീകരണം എന്ന് വെച്ചാൽ എന്താ, അസിമിലേഷൻ ചെയ്യുക. പിന്നെ ഇവിടെ ഇജക്ഷൻ എന്ന് വെച്ചാൽ വിസർജനം ചെയ്യുക. മലയാളം മീഡിയക്കാർ മലയാളത്തിലും ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷ്. അത് ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ, എന്തെങ്കിലും എഴുതി വെക്കല്ലേ കേട്ടോ, കറക്റ്റായിട്ട് ഓർഡറായി. പിന്നെ ഞാൻ പറയില്ലേ, ആ പടം തന്നിട്ട് നിങ്ങളോട് പഠിക്കണേന്ന് പറയില്ലേ, അതുകൊണ്ട് ഇത് നോക്കിക്കേ, വായിലോട്ട് വെച്ചിരുന്ന ആഹാര സ്വീകരണം വിജക്ഷൻ. രണ്ടാമത്തെ അന്നനാളമാണ് ഇത് കണ്ടോ. ഇങ്ങനൊരു പടം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ഇതിനെ നമ്മളെന്താ, ഫുഡ് പൈപ്പ്, അന്നനാളം ഉണ്ടോ, അന്നനാളം. പിന്നെ ഇത് ആമാശയം അല്ലേ, ഇത് ആമാശയം. ഇത് ചെറുകുടല്, വൻകുടല്, ലാസ്റ്റിലത്തെ ഏതായത് എഫ്, ഇജക്ഷൻ, വിസർജനം അല്ലെ, മലവിസർജനം എന്നത്. ഓക്കെ ആണോ നിങ്ങളെ? ഇത് ഇത്രയും നല്ലതുപോലെ അറിയണം. ഇനി നോക്കിക്കുക, അടുത്ത പോഷണം മറ്റ് ജീവികളിലൊക്കെ എങ്ങനെയാണ്? നമ്മുടെ കൂട്ട് തന്നെയാണോ ബാക്കിയുള്ള ജീവികളിലും? ഏകകോശ ജീവിയായ അമീബ. ഇനി നിങ്ങളോട് ചോദിക്കും, ഒരു കോശം മാത്രമുള്ള ജീവി അല്ലേ, ഒറ്റ കോശം മാത്രമുള്ള ജീവി ഏതാണ്? അമീബ. അതുപോലെ തന്നെ പാരാമീസിയം ഉണ്ട് കേട്ടോ, പാരാമീസിയം, അമീബ തുടങ്ങിയവ. അപ്പം നിങ്ങളുടെ ഒരു മാർക്കിന് ചിലപ്പോൾ അത് ചോദിക്കാം, ഒരു കോശം മാത്രമുള്ള ജീവി കേട്ടോ. ഒരു സെല്ലുള്ള ജീവി ഏതാണ്? നടക്കുന്ന അമീബയാണ് കേട്ടോ. ഇനി ഇത്ര വിശാല അമീബയിൽ നടക്കുന്ന പോഷണഘടകങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ, അത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഞാൻ തരാം. നോക്കിക്കേ, ഇതൊക്കെ ഇനി ഓരോ ജീവികളുടെയും ദഹനം നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, കോഴിയുടെ ഉണ്ട്, പൂച്ചയുടെ ഉണ്ട്, പശുവിൻ്റെ ഉണ്ട് കണ്ടോ. ഇതെല്ലാം ദഹന വ്യവസ്ഥ എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് എഴുതാൻ. നമ്മുടെ ദഹന വ്യവസ്ഥയുമായി ഇവയ്ക്ക് എന്തെങ്കിലും സാമ്യം കാണുന്നുണ്ടോ ചർച്ച ചെയ്യുക. ഭക്ഷണം കൂടാതെ മനുഷ്യന് കുറച്ചു കാലം ജീവിക്കാൻ കഴിയും, എന്നാൽ ശ്വസിക്കാതെ ജീവൻ നിലനിർത്താൻ നമുക്ക് കഴിയുമോ? നമുക്ക് ഇച്ചിരി നേരം വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്വാസം പിടിച്ച് വെക്കാൻ പറ്റും അല്ലേ, ഇച്ചിരി നേരമൊക്കെ അല്ലേ പറ്റും. പക്ഷേ നമുക്കെന്താ, ഭക്ഷണം കുറച്ചു കാലം കഴിക്കാതിരിക്കാൻ പറ്റും എന്നാ പറഞ്ഞത്. ഭക്ഷണം കുറച്ച് കാലം, ഇപ്പോൾ 2 ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും നമുക്ക് എന്താ, ആരും മരിച്ചൊന്നും പോകത്തില്ല 2 ദിവസം കഴിച്ചില്ലേ അല്ലേ, നമുക്ക് അതിൻ്റെതായ അസ്വസ്ഥത വരും. പക്ഷേ ശ്വസിക്കാതെ നമുക്ക് പറ്റുമോ എന്നാൽ, ശ്വസിക്കാതെ ജീവൻ നിലനിൽക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, മനുഷ്യനും മത്സ്യങ്ങളും വെള്ളത്തിൽ നീന്തുന്നുണ്ട്. ഈ മനുഷ്യന് ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കാതെ എത്ര സമയം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിയും? മത്സ്യത്തെ പോലെ നമുക്ക് എന്താണ് വെള്ളത്തിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കാൻ കഴിയാത്തത്? അതൊരു ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. മനുഷ്യരുടെയും മത്സ്യങ്ങളുടെയും ശ്വസന വ്യവസ്ഥയിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണമെന്ന് ഊഹിക്കാമല്ലോ. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഞാൻ തരാം കേട്ടോ. ഇനി അടുത്ത് ശ്വസനം. ഇനി അടുത്ത് നമ്മളിപ്പോൾ ആദ്യമേ പഠിച്ച എന്തായിരുന്നു, നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ എന്താവും നിങ്ങളെ, ഡൈജക്ഷനും ഡൈജഷനും അതുപോലെ എന്താ ഒരെണ്ണോടുണ്ടായിരുന്നില്ല, റെസ്പിറേഷനും അല്ലേ. ഡൈജഷനും റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ശ്വസനമാണ്. അപ്പോൾ നമ്മൾ ഡൈജഷൻ്റെ എല്ലാം കഴിഞ്ഞു, അത് തിരിഞ്ഞു പോലെ ഞാൻ തുടങ്ങിയപ്പോൾ മുതലേ ഞാൻ ഡൈജഷൻ്റെ ഓരോ ഇഞ്ചക്ഷൻ, ഡൈജക്ഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ അല്ലേ, അസിമിലേഷൻ, ഇജക്ഷൻ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത് കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ റെസ്പിറേഷനെ കുറിച്ചാണ്, അതായത് ശ്വസനം. നിങ്ങൾക്ക് എത്ര സമയം ശ്വസിക്കാതിരിക്കാൻ കഴിയും? നിങ്ങളൊരു പ്രവർത്തനം ചെയ്തു നോക്കാനാണ് പറയുന്നത്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നന്നായി ശ്വാസം അകത്തേക്ക് എടുക്കൂ, എന്നിട്ട് ഓരോരുത്തർക്കും കഴിയുന്ന അത്രയും സമയം ശ്വാസം പിടിച്ച് നിൽക്കൂ. ആർക്കാണ് ഏറ്റവും കൂടുതൽ സമയം ശ്വാസം പിടിച്ച് നിൽക്കാൻ കഴിയുന്നത്? അത് നല്ലൊരു ഇതല്ലേ, നിങ്ങളുടെ ക്ലാസ്സിൽ ടീച്ചർ അത് ചെയ്യിപ്പിക്കും കേട്ടോ. 1 മിനിറ്റ് പോലും ശ്വാസം പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല അല്ലേ? ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓരോരുത്തരും എന്ത് ചെയ്യുക, നെഞ്ചിൽ കൈ അമർത്തി പിടിച്ചിട്ട് ശക്തിയായിട്ട് ശ്വാസം എടുക്കുകയും പുറത്തു വിടുകയും ചെയ്യൂ. നിങ്ങളുടെ ശരീരത്തിന് അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വായു അകത്തേക്കും പുറത്തേക്കും പോകുന്നത് അനുഭവപ്പെടുന്നില്ലേ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് എന്തൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നുള്ളത്, അതായത് എന്താവും നിങ്ങളെ, നമ്മുടെ ശ്വാസം ഒരാൾക്ക് എത്രത്തോളം പിടിച്ചു വെക്കാൻ പറ്റുമെന്ന് നിങ്ങളെ ഇപ്പോൾ 10 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികളെയും നോക്കുമ്പോൾ 10 പേർക്കും 10 രീതിയിലായിരിക്കും അല്ലേ. എന്നാലും അധിക സമയമൊന്നും പറ്റത്തില്ല അല്ലേ. ഇനി നമുക്ക് നോക്കിക്കേ, അതൊക്കെ നിങ്ങളൊരു റഫായിട്ട് ചുമ്മാ ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ ശ്വാസത്തിൻ്റെ ഇൻഹലേഷനും എക്സ്ഹലേഷനും. ഇൻ എന്ന് കേൾക്കുമ്പോഴേ അറിയാം എന്താ, ഇന്നെന്ന് കേട്ടാലോ നോക്കിക്കേ, വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം അല്ലെങ്കിൽ ഇൻഹലേഷൻ.
മനസ്സിലായോ? എന്നുവെച്ചാൽ ഇന്നെന്ന് വെച്ചാൽ അകത്തല്ലേ കുഞ്ഞുങ്ങൾ, നമ്മൾ അകത്തോട്ട് നമ്മൾ ശ്വാസം വലിക്കുന്നില്ലേ, അതാണ് ഇൻഹലേഷൻ. ശ്വാസകോശത്തിൽ നിന്നും വായു പുറത്തേക്ക്, ആണ് എക്സ്ഹലേഷൻ, പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് നിശ്വാസം. ഉച്ഛ്വാസവും നിശ്വാസവും. വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം. ശ്വാസകോശത്തിൽ നിന്നും വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് നിശ്വാസം അല്ലെങ്കിൽ എക്സ്ഹലേഷൻ. സ്പെല്ലിംഗ് അറിയണേ. ഇനി ഒരു എക്സ്പെരിമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്, അത് നിങ്ങൾക്ക് ടീച്ചർ തരും. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് ഒരു സമയം മെനക്കെടുത്താൻ വേണ്ടി അത് നിങ്ങളൊന്ന് റഫായിട്ട് നോക്കിയാൽ മതി കേട്ടോ. ഈ പടം നല്ലപോലെ അറിയണം കേട്ടോ. ഇത് പടമൊക്കെ നിങ്ങൾ പഠിക്കുമല്ലോ. ഡയഫ്രം ഒക്കെ കണ്ടോ? ഡയഫ്രം, വായുവറ, ശ്വസനിക, ഇതൊക്കെ അറിയണേ. ശ്വസനി എന്തുവാണ്? അടുത്ത് നോക്കൂ കുഞ്ഞുങ്ങളെ, മനുഷ്യൻ്റെ ശ്വാസകോശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഔരസാശയം കേട്ടോ. ഔരസാശയം അല്ലെങ്കിൽ തൊറാസിക് ക്യാവിറ്റി. മനുഷ്യൻ്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണ് ഔരസാശയം. അത് താഴെയുള്ള ഭാഗമാണ് ഉദരാശയം അല്ലെങ്കിൽ അബ്ഡോമിനൽ ക്യാവിറ്റി. ഇവ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം. ആ പടം തന്നിട്ടുണ്ട്. ആ പടത്തിനകത്തിൽ ഇതെല്ലാം എന്താണെന്ന് ആ പടം കാണിച്ചിട്ടുണ്ട്. ഡയഫ്രം എന്താണ്? പിന്നെ ഇത് അല്പം മേലോട്ട് വളഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിന് കമാന ആകൃതിയാണ്. നിങ്ങൾ നിർമ്മിച്ച ശ്വാസകോശ മാതൃകയിൽ കുപ്പിയുടെ അടിഭാഗത്ത് വലിച്ചു കെട്ടിയ ബലൂണിനെ ഡയഫ്രമായും ചെറിയ ബലൂണുകളെ 2 ശ്വാസകോശങ്ങളായും സങ്കല്പിക്കുക. മനുഷ്യ ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസവും നിങ്ങൾ ഉണ്ടാക്കിയ മാതൃകയുടെ പ്രവർത്തനവും ഏകദേശം ഒരുപോലെയാണ്. ശ്വാസകോശങ്ങളുടെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഡയഫ്രത്തിനും വാരിയെല്ലുകളോട് ചേർന്ന പേശികൾക്കും പങ്കുണ്ട്. 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് തരാം കേട്ടോ. നോക്കിയേ, ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും വളവ് അല്പം നിവരുകയും ചെയ്യുന്നുണ്ട്. ഈ പിക്ചർ നോക്കിയിട്ട് പറയാനായിട്ടോ. ഈ പിക്ചർ നോക്കിയിട്ട് ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും വളവൽപ്പം നിവരുകയും ചെയ്യുന്നു. അതിനാൽ ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു. തൽഫലമായി അന്തരീക്ഷവായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസകോശം വികസിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ ശ്വാസം വിടുന്നതിനെ കുറിച്ചാണ് ഇതിപ്പോൾ വായിക്കുമ്പോൾ ഞാനിരുന്നതൊക്കെ അങ്ങ് പറയുന്നതായിട്ട് തോന്നത്തില്ലേ? നമ്മൾ ശ്വാസം മേപ്പോട്ട് എടുക്കുമ്പോൾ നമ്മുടെ വയറിങ്ങനെ വീർത്ത് വരുന്ന കാണത്തില്ലേ? എന്നാൽ പുറത്തോട്ട് വിടുമ്പോഴോ വയർ അതുപോലെ അങ്ങ് അകത്തോട്ട് പോകുന്നതാണ്. ഇതാ സംഭവം. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നാ നമ്മുടെ വായു നമ്മുടെ ഉള്ളിലോട്ട് കയറുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, ഈ വായുവിനെ പുറത്തോട്ട് വിടുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് ഇവിടുന്ന് ചോദിക്കുന്നത്. ഉച്ഛ്വാസ സമയത്തും നിശ്വാസ സമയത്ത് അപ്പോൾ എന്താണ്? ഇത് ഉച്ഛ്വാസവും ഇത് നിശ്വാസവും കേട്ടോ. ഇൻഹലേഷനും എക്സ്ഹലേഷനും എന്താണെന്നാ കേട്ടോ. അത് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ തരാം, വെറുതെ നിങ്ങൾ സമയം കളയണ്ട. അടുത്ത നോക്കിയേ, ശ്വസന പദം. എന്താണ് ഈ ശ്വസന പദം? നാസാദ്വാരത്തിലൂടെ അതായത് മൂക്കിലൂടെ അകത്ത് കടക്കുന്ന നാസാദ്വാരത്തിലൂടെ എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ സംഭവം വന്നിരിക്കും ഇല്ലേ? നമ്മുടെ മൂക്കിലൂടെ അകത്ത് കടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ വായു അറയിലെത്തുന്നു. ഇത് വായുവിൻ്റെ ഈ സഞ്ചാരപാതയാണ് ശ്വസനപഥം എന്ന് പറയുന്നത്. എന്താ കുഞ്ഞുങ്ങളെ? നമ്മുടെ നാസാദ്വാരത്തിലൂടെ അതായത് മൂക്കിലൂടെ അകത്ത് കടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ വായു അറയിൽ എത്തുന്നു. ഈ വായുവിൻ്റെ ഈ സഞ്ചാരപാതയാണ് എന്ത് പറയുന്നത്? ശ്വസനപഥം. എന്താ? റെസ്പിറേഷനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നോക്കിക്കേ, സൂചനകൾ ഉപയോഗിച്ച് നടക്കുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് വായു അറ, ശ്വാസനാളം, നാസാദ്വാരം, ശ്വസനിക. ഇതിൻ്റെ ഒരു ഇത് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഫില്ല് ചെയ്യാൻ. അപ്പം നോക്കിക്കേ, ശ്വസനപഥത്തിലൂടെ വായുവിൻ്റെ സഞ്ചാരം സാധ്യമാകുന്നത് എങ്ങനെയാണ്? നോക്കൂ, ഡയഫ്രം ചുരുങ്ങി വളവ് അല്പം നിവർന്ന് വാരിയെല്ലിന് കൂട് ഉയർത്തുന്നു. ഔരസാശയത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ശ്വാസകോശം വികസിക്കുന്നു. വായു ശ്വാസകോശത്തിലേക്ക് പ്രവർത്തിക്കുന്നു. ഡയഫ്രം പൂർവ്വസ്ഥിതിയിലാകുന്നു. വാരിയെല്ലിൻ്റെ കൂട് താഴുന്നു. ഔരസാശയത്തിൻ്റെ വ്യാപ്തി കുറയുന്നു. ശ്വാസകോശം ചുരുങ്ങുന്നു. ശ്വാസകോശത്തിൽ നിന്നും വായു പുറത്തു പോകുന്നു. ഇതാണ് ഇങ്ങനെ. അതായത് നമ്മളിങ്ങനെ ഉച്ഛ്വാസം എന്ന് വെച്ചാൽ ഇങ്ങനെ വായു നമ്മൾ അകത്തോട്ട് വായു കയറ്റുന്നതിനെയാണ് ഈ ഉച്ഛ്വാസം അല്ല, ഇൻഹലേഷൻ. ഇതെടുത്തതിന് ശേഷം ഇത്രയും കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? നിശ്വാസം അല്ലേ, ഈ എക്സ്ഹലേഷൻ പുറത്തേക്ക് വിടുന്നുവെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഇത് ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. എങ്ങനെയെങ്കിലും പഠിച്ചാൽ പോരാ, കറക്റ്റ് ഈ ഓർഡർ. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തരുന്നത് കൊണ്ടാണ് സ്പീഡിൽ അത് വിടുന്നത് കേട്ടോ.
ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാം. ഓക്കെ, ഉച്ഛ്വാസ പ്രക്രിയയും നിശ്വാസ പ്രക്രിയയും വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാം? ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും വിവിധ ഘട്ടങ്ങളുടെ അളവ് കാണിക്കുന്ന പട്ടിക. ഓക്സിജൻ നോക്കിക്കുക 21%. ഓക്സിജന് 21%, കാർബൺ ഡൈ ഓക്സൈഡ് 0.4, നൈട്രജൻ 78, ജലബാഷ്പം 96, മൊത്തം കൂടെ 100 വരും കേട്ടോ. നിശ്വാസവായുവിലെയും ഉച്ഛ്വാസവായുവിലെയും എല്ലാ ഘടകങ്ങളുടെയും അളവ് ഒരുപോലെയാണോ? ഏതൊക്കെയാണെന്ന് എഴുതാം. അതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. നോക്കിക്കേ അടുത്ത, മുലപ്പാൽ ശ്വാസനാളത്തിൽ കുടുങ്ങി കൊച്ചുകുട്ടികൾക്ക് അപകടം സംഭവിക്കുന്ന വാർത്ത. ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അതായത് മുലപ്പാൽ ശ്വാസനാളത്തിൽ കുടുങ്ങി കൊച്ചുകുട്ടികൾക്ക് അപകടം സംഭവിക്കുന്ന വാർത്തകൾ പത്രത്തിൽ വരാറുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങുന്ന ഇത്തരം സന്ദർഭങ്ങൾ എന്ത് പ്രഥമ ശുശ്രൂഷയാണ് ആദ്യം നൽകേണ്ടത്? അതും ഒരു ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. ദാണ്ടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആ നീല ബോക്സ് ഇംഗ്ലീഷ് മീഡിയക്കാരൊക്കെ നോക്കണേ. ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങിയാൽ ആ വ്യക്തിയോട് ശക്തിയായിട്ട് ചുമയ്ക്കാൻ ആവശ്യപ്പെടണം. ചുമയുടെ ശക്തിയിൽ ആഹാരവസ്തു പുറന്തള്ളപ്പെടും എന്നാണ് പറയുന്നത്. മനസ്സിലായോ നിങ്ങളെ? ആ പിക്ചർ വരെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങിയാൽ ആ വ്യക്തിയോട് ശക്തിയായിട്ട് ചുമയ്ക്കാൻ ആവശ്യപ്പെടണം. ഈ ചുമയുടെ ശക്തിയിൽ ആഹാരവസ്തു തെറിച്ചു പോവും, വായ്ക്കകത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും. ശ്വാസതടസ്സം നേരിട്ട വ്യക്തിയെ ചിത്രത്തിൽ കാണുന്നത് പോലെ അല്പം കുനിച്ചു നിർത്തി പിറകിൽ നിന്നും 2 കൈകൾ കൊണ്ടും അപകടത്തിൽപ്പെട്ടയാളുടെ വയറ്റിൽ ശക്തിയായിട്ട് അമർത്തുക. ആവശ്യമെങ്കിൽ ഏതാനും തവണ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ കമഴ്ത്തി പിടിച്ചിട്ട് തോളലുകൾക്കിടയിലായി ശക്തിയായിട്ട് തട്ടണം. ആവശ്യമെങ്കിൽ അത് നമ്മൾക്കത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കാണിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത, പുകവലിയും ആരോഗ്യ പ്രശ്നവും. അതൊന്നും നിങ്ങൾക്കില്ലല്ലോ, പക്ഷെ എന്തായാലും അറിഞ്ഞിരിക്കണേ. പുകവലിയും ആരോഗ്യ പ്രശ്നങ്ങളും. പുകവലി ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കും. നമ്മളൊരു സിനിമ കാണാൻ തിയേറ്ററിൽ ചെന്നിരുന്ന ആദ്യത്തെ പരസ്യം അതല്ലേ? പുകവലി ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ തകരാറിലാക്കും. പുകയിൽ അടങ്ങിയ കരിയും ടാറും മറ്റ് വിഷപദാർത്ഥങ്ങളും ശ്വാസകോശത്തിൽ തങ്ങി നിൽക്കും. ഇത് നിലയ്ക്കാത്ത ചുമയ്ക്ക് കാരണമാകും. പുകയിലയിൽ ക്യാൻസറിന് കാരണമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് ബോക്സിനകത്തിൽ പറയുന്നത്. ഞാനിത് വായിച്ചങ്ങ് പോവുകയാണ്. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തരാം കേട്ടോ. നിങ്ങളേക്ക് ഇതെന്തോ അപ്പം സംഭവം ഒന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് എളുപ്പം പഠിച്ചുവിടാവും നിങ്ങൾ കേട്ടോ. അതുകൊണ്ടാണ് നോക്കിയേ, നമ്മുടെ ശ്വസനത്തിലെ വൈവിധ്യം. മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, ഒരു കോശം മാത്രമാണ്, ഒരു ഏകകോശ ജീവിയാണ് അമീബ, പാരാമീസിയം എന്നൊക്കെ ഉണ്ട്. പാരാമീസിയത്തിൻ്റെ പിക്ചർ. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ജലജീവിയാണ് പാരാമീസിയം. ഏകകോശ ജീവിയായ ഇവയിൽ എങ്ങനെയാണ് വാതക വിനിമയം നടക്കുന്നത്? നോക്കി, ഈ പടം തന്നിട്ടുണ്ട്. നിങ്ങൾ ആ പടം നോക്കി മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ തരാം. അടുത്തത്, ചുറ്റുമുള്ള ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനെ പാരാമീസിയം കോശസ്തരം വഴി സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. നിങ്ങളെ ചുറ്റുമുള്ള ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനെ ഈ പാരാമീസിയം കോശസ്തരം വഴി സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. നോക്കിക്കേ, ഓരോ ജീവികളുടെയും ശ്വസനത്തെക്കുറിച്ചാണ് ആ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യമേ മണ്ണിര. ശ്വസനത്തിലെ മണ്ണിര അത് എതിലേക്കൂടാവും ഞങ്ങളെ അതിൻ്റെ ശ്വസനം നടത്തുന്നത്? അതിൻ്റെ ത്വക്കിലൂടെയാണ് കേട്ടോ. നല്ല അതിൻ്റെ ത്വക്ക് കണ്ടിട്ടുണ്ടോ? എപ്പോഴും ഒരുമാതിരി നനഞ്ഞിരിക്കുകയായിരിക്കും ഈ മണ്ണിരയുടെ. ഒരുമാതിരി തൊടുമ്പോൾ നല്ല അല്ലേ? ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗം അതിൻ്റെ ത്വക്കാണ്. ഓർത്തോണേ, നല്ല ഈർപ്പമുള്ള ത്വക്കാണ്. ഈർപ്പമുള്ള ത്വക്കാണ് മണ്ണിരയ്ക്ക് ശ്വസനത്തിന് സഹായിക്കുന്നത്. ഇനി മീനാണെങ്കിലോ, മത്സ്യം, മീനിന് ശ്വസനം ഏതാണ്? അതിൻ്റെ ചെകിളപ്പൂക്കളാണ്. ചെകിളാന്ന് മീനിൻ്റെ ചെകിള അറിയാമല്ലോ, അതിനെ ശകുലങ്ങൾ എന്നും പറയുന്നുണ്ടല്ലോ, ശകുലങ്ങൾ. ഇനി തവളയിലോ കരയിലിരിക്കുമ്പോൾ അത് ശ്വാസകോശം, വെള്ളത്തിലിരിക്കുമ്പോഴോ ഈർപ്പമുള്ള ത്വക്കിലൂടെയുമാണ്. കണ്ടോ തവളയുടെ പ്രത്യേകത? തവള കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയാണ് അല്ലേ? അത് കരയിലായിരിക്കുമ്പോൾ നമ്മുടെ കൂട്ട് തന്നെ ശ്വാസകോശം വഴിയാണ്. എന്നാലോ വെള്ളത്തിലാകുമ്പോഴോ അതിൻ്റെ ത്വക്കിലൂടെയാണ്, ഈർപ്പമുള്ള ത്വക്കിലൂടെയാണ്. ഇനി ചിലന്തിയോ, അത് ബുക്ക് ലങ്സ് ആണ്. ബുക്ക് ലങ്സ് എന്നാണ് ഇങ്ങനെ ബുക്ക് ലങ്സ്. ഇനി എന്താണ് റെസ്പിറേഷൻ? നമ്മൾ ആദ്യമേ ഇതിനകത്ത് 2 എണ്ണത്തിനെ കുറിച്ചാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. ഏതൊക്കെയാ? ഡൈജക്ഷനും റെസ്പിറേഷനും അല്ലേ? റെസ്പിറേഷൻ എന്നാൽ എന്താണ്? നോക്കൂ നിങ്ങളെ, ജീവികൾ അവയുടെ പരിസരത്ത് നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം എന്ന് പറയുന്നത് അല്ലേ? എല്ലാ ജീവികളിലും എന്ത് ചെയ്യുന്നു? ഓക്സിജനെ എല്ലാ ജീവി എന്ന് വെച്ചാൽ മനുഷ്യർ ജീവികളല്ല ഇതിങ്ങനെ അല്ലേ? പ്ലാന്റ്സുകൾ നേരെ തിരിച്ചുമാണ് കേട്ടോ. അത് ഓർത്തോണം.
നോക്കണേ, പ്ലാന്റ്സുകൾ നമ്മളിൽ നിന്ന് നേരെ തിരിച്ചാണ് അല്ലേ. ഇവിടെ ജീവികൾ അവയുടെ പരിസരത്ത് നിന്നും അതിൻ്റെ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡിനെ പുറത്തു വിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം. എന്താണ് റെസ്പിറേഷൻ എന്ന് ഓക്കെ ആണോ നിങ്ങൾ? കേട്ടോ, തീരാറായി. ചുവടെ നൽകിയിരിക്കുന്ന കുറിപ്പ് വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. സസ്യങ്ങളുടെ ശ്വസനം. ജന്തുക്കളെ പോലെ സസ്യങ്ങളും അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇലകളിലും സസ്യങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നു. ഇലകളിലെ ഇളം കാണ്ഡങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ, അതായത് സ്റ്റൊമാറ്റ വഴിയാണ് ഈ വാതക വിനിമയം നടക്കുന്നത്. സസ്യങ്ങൾ ശ്വസിക്കാൻ സ്വീകരിക്കുന്ന വാതകം, സസ്യങ്ങൾ ശ്വസിക്കാൻ പുറന്തള്ളപ്പെടുന്ന വാതകം, സസ്യങ്ങളിലെ വാതക വിനിമയം നടക്കുന്നത്. ഈ ചോദ്യം നോക്കിയിട്ട് ഉത്തരം എഴുതാനാണ്. അതിൻ്റെയൊക്കെ ആൻസർ ഞാൻ തരാം. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രണ്ട് പ്രധാന പ്രവർത്തനങ്ങളുടെ ദഹനം, ശ്വസനം എന്നിവയെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ നാം മനസ്സിലാക്കുന്നത്. ദഹന വ്യവസ്ഥയുടെ ശ്വസമ വ്യവസ്ഥയുടെയും ശരിയായ പ്രവർത്തനത്തിന് ഉതകുന്ന ശീലങ്ങൾ പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെട്ടല്ലോ. ഇവ നിത്യജീവിതത്തിൽ ശീലമാക്കൂ. അപ്പോൾ ഇതിനകത്ത് കുറേ ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ തരാം. ക്വസ്റ്റ്യൻ ആൻസർ ഫുള്ള് അടുത്ത ലിങ്കിൽ ഇടാം കുഞ്ഞുങ്ങളെ. അപ്പോൾ പാർട്ട് 2 ആണിത്. ഞാനിതൊന്ന് വായിച്ചു തന്നതേ ഉള്ളൂ. എന്താണെന്ന് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി വായിച്ചു തന്നതേ ഉള്ളൂ. ഇപ്പോൾ അത് നിങ്ങൾ പാഠം എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കി. ഇനി നമ്മളതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് ചെയ്യണേ നിങ്ങൾ കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും. നിങ്ങൾ ആരും കമൻറ്റ് ഇടുന്നില്ല കേട്ടോ. ഞാൻ നിങ്ങളുടെ കമൻറ്റ് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഓരോ ക്ലാസ് വിടുന്നത് കേട്ടോ. നിങ്ങൾ ആരും എനിക്കിപ്പോൾ കമൻറ്റ് ഇടുന്നില്ല. ഓക്കെ നിങ്ങളെ താങ്ക് യു.